Hi friends, welcome back. Poco നമുക്കൊരു ബോക്സ് തന്നിരിക്കുകയാണ്, ഒരു ലെതർ ബോക്സ്. ഇത് പഴയകാലത്തെ രാമാട പെട്ടി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു പെട്ടി നമുക്കറിയാലോ, നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഈ രീതിയിലുള്ളൊരു ബോക്സാണ് പോക്കോ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇതിനകത്താണ് അവരുടെ ഏറ്റവും പുതിയ പോക്കോ M5 ഇരിക്കുന്നത്. സോ നമുക്ക് ഓപ്പൺ ചെയ്യാം. എങ്ങനെയുണ്ട് പോക്കോയുടെ ബോക്സ്, പാക്കിംഗ്, എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം. ഒപ്പം തന്നെ ഫോൺ എങ്ങനെയാണെന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ കാണുന്നതാണ് പോക്കോയുടെ ആ പറഞ്ഞ ആമാടപ്പെട്ടി മോഡലുള്ള ഒരു ബോക്സ്. നമ്മളിത് ഓപ്പൺ ചെയ്യാണ്. ആ ഒരു പെട്ടി തുറക്കുമ്പോൾ ഇതിനകത്ത് പോക്കോ M5 എന്ന ഫോണിന്റെ ബോക്സ് ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ കാർഡും സംഗതികളൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ബോക്സ് പുറത്തേക്ക് എടുക്കാം. ശരി, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, വലിയ ബോക്സിനകത്ത് വേറൊന്നുമില്ല. ഈ ഒരു പോക്കോ M5നെ പാക്ക് ചെയ്ത് തന്നിരിക്കുകയാണ്. നമുക്കുള്ള ക്രിയേറ്റേഴ്സിനുള്ള ബോക്സാണ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ബോക്സ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് സാധാ പോക്കോ M5ൻ്റെ മാത്രമായിരിക്കും കിട്ടുക. നമുക്ക് ക്രിയേറ്റേഴ്സിനാണ് ആ ഒരു വലിയ ബോക്സിലാക്കി തന്നിരിക്കുന്നത്. ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. നമുക്ക് പോക്കോ M5 എങ്ങനെയാണെന്നുള്ളത് ഇനി തുറന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം പോക്കോ M5ൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുവാണ്. ഒരു ചെറിയ ബോക്സ് ഉണ്ട്, പതിവ് പോലെ തന്നെ. അതിനകത്ത് ഒരു സിം ടൂൾ കാണാനുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ്, അത് മാറ്റിക്കഴിഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി കേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. സോ പോക്കോ M5 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ബോക്സിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോക്കോ M5. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ലുക്ക്. നമുക്ക് കിട്ടിയിരിക്കുന്നത് യെല്ലോ വേരിയൻ്റ് ആണ്. പോക്കോ യെല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. വെറുതെ യെല്ലോ എന്ന് പറഞ്ഞാൽ പോരാ, പോക്കോ യെല്ലോ എന്ന് പറയണം. 3 കളറുണ്ട് കേട്ടോ. പോക്കോ യെല്ലോ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത് കൂടാതെ IC ബ്ലൂ, അതേപോലെ തന്നെ പവർ ബ്ലാക്ക്, 3 കളറിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി ചൂസ് ചെയ്യാം. പിന്നെ ഇതിനിടയ്ക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്തേക്കണം. ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. ഈ ഒരു ഫോൺ കയ്യിലോട്ട് പിടിക്കുമ്പോൾ നല്ല ഒരു ഫീലൊക്കെ ഉണ്ട്. റിയർ സൈഡിൽ ലെതർ ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കാണാനൊക്കെ നന്നായിട്ടുണ്ട് റിയർ സൈഡ് അല്ലേ. പക്ഷേ ഇതെൻ്റെ മകളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ പറഞ്ഞത് ഇത് ടോയ് ഫോണാണോ എന്നാണ്. അത് അവൾക്ക് തോന്നിയതായിരിക്കും അല്ലേ. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? സംഗതി നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. എന്തായാലും കാണാം, മോശമൊന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾക്ക് കളർ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ കളർ ചൂസ് ചെയ്യുക. ബാക്ക് പാനൽ എന്തായാലും കാണാൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. ബാക്ക് പാനൽ അങ്ങനെ എടുത്തു പറയാൻ കാരണം വേറൊന്നുമല്ല. ഫ്രണ്ട് പാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ചെറിയ നോച്ച് ഡിസൈനൊക്കെയാണ്. താഴെ ഇത്തിരി തിക്കായ ബെസിൽസും കാര്യങ്ങളൊക്കെയുണ്ട്. ഒരു 15,000 രൂപ റേഞ്ചിൽ വരേണ്ടുന്ന ഒരു ഫോണിൻ്റെ ഒരു ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫ്രണ്ട് വശം കൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ വേണം ഷെയർ ചെയ്യാൻ. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡിസ്പ്ലേ ലുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. നല്ല ഒരു വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഒക്കെയാണ്. ഓവറോൾ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് പോക്കോ ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. 8.9 mm ആണ് തിക്നെസ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3യുടെ ഫ്രണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 201 ഗ്രാമാണ് വെയിറ്റ്. സൈഡ് മൗണ്ടഡ് ആണ് ഫിംഗർ പ്രിന്റ് സെൻസർ. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെയാണ് മെയിൻ ക്യാമറ. 2 മെഗാ പിക്സലിൻ്റെ മാക്രോയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പ്രോ ലെവൽ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. സോ ഇതിന് കാണാനുള്ള ലുക്കൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എനിക്ക് അത്ര പിടിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഇതൊരു 4G ഫോണാണ്. ഇനിയും 15,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു 4G ഫോൺ എടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഓക്കെയാണ്. വളരെയേറെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇതിൻ്റെ പെർഫോമൻസിന് മറ്റോ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 4G ഫോൺ ചൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം. എന്തായാലും പെർഫോമൻസ് MTKൻ്റെ Helio G99 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. 6nm പ്രോസസ് ടെക്നോളജിയാണ്. സോ ഇത് വെച്ചിട്ട് റയർ ആയിട്ടുള്ള ഫോണുകളെ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളൂ. സോ ഇത് ഒരു അടിപൊളി പെർഫോമൻസ് തരുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ നോക്കിയിടത്തോളം കൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം 90 ഹെർട്സിൻ്റെ റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെയാണ്. അതുകൊണ്ട് വളരെ സ്മൂത്തായ ഒരു ഓപ്പറേഷൻസ് തന്നെയാണ്. വേറെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഗെയിമൊക്കെ നമുക്ക് കളിക്കാം. വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം പ്ലേ ഒക്കെ കിട്ടുന്നുണ്ട്. ഓവറോൾ പെർഫോമൻസിലും പ്രശ്നമില്ല. ഇതിൻ്റെ സെറ്റിംഗ്സ് എബൌട്ട് സെക്ഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ MIUI ഗ്ലോബൽ 13.0.4 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. റാം എക്സ്പാൻഷൻ ഒക്കെ ഉണ്ട്. 2 GB കൂടി നിങ്ങൾക്ക് സ്റ്റോറേജിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. സോ പെർഫോമൻസിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല ഡീസൻ്റ് ആയ പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം ലേറ്റസ്റ്റ് സെറ്റപ്പ് തന്നെ. പെർഫോമൻസ് വൈസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് വാങ്ങിക്കാം. പിന്നെ പോക്കോ മുമ്പ് ചില ഫോണുകൾ ഇറക്കിയത് അത്ര പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട്, അത്ര സുഖകരമല്ലാത്തതുകൊണ്ട് ഇതിൻ്റെയും ബോർഡ് അടിച്ചു പോകും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് പ്രശ്നങ്ങൾ കണ്ടില്ല. ഉപയോഗിച്ചപ്പോൾ ഞാൻ ഈ 2 ദിവസം മറ്റും ഉപയോഗിച്ചിട്ടുള്ളാകെ ആ ഒരു സമയം കൊണ്ട് വേറെ പ്രശ്നമൊന്നും കണ്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. കമ്മ്യൂണിറ്റി സെഷൻ വഴി ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോഴേക്ക് പക്ക കണ്ടീഷനാണ്. 2.2 GHz ഇതിൻ്റെ ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ മാലി G57 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ഓവറോൾ നന്നായിരിക്കുന്നു. ഇതിൻ്റെ ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറച്ച് ക്യാമറ സാമ്പിളുകൾ. മെഗാ പിക്സൽ ഞാൻ നേരത്തെ പറഞ്ഞു. മെയിൻ ക്യാമറ 50 മെഗാ പിക്സലും സെൽഫി ക്യാമറ 8 മെഗാ പിക്സലുമാണ്. മെയിൻ ക്യാമറ ഇമേജ് സാമ്പിളുകൾ കാണുന്ന പോലെയാണ്. ഡേ ലൈറ്റിൽ സെൽഫിയും നിങ്ങൾക്ക് കാണാം.
വലിയ കുഴപ്പമില്ലാത്ത ഇമേജുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ടുന്ന ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. സോ ഇമേജുകളുടെ കാര്യത്തിൽ ഡീസൻ്റ് ആയ ഒരു റിസൾട്ടാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനുള്ള ഇമേജുകളും കാണാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ വലിയ ഇംപ്രസീവായ ഒരു സെറ്റപ്പ് അല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത തരത്തിലുള്ളൊരു സംഗതി. പക്ഷെ നിങ്ങൾക്കിത് മതിയോ എന്നുള്ളത് നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ. സോ ഡേ ലൈറ്റിലെയും ആർട്ടിഫിഷ്യൽ ലൈറ്റിലെയും ക്യാമറയുടെ ഇമേജുകളുടെ പെർഫോമൻസ് മനസ്സിലായല്ലോ. വീഡിയോ സാമ്പിൾ, മെയിൻ ക്യാമറയുടെ വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ളൊരു വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ക്യാമറ റെസൊല്യൂഷൻ നോക്കി കഴിഞ്ഞാൽ ഞാനിവിടെ കാണിച്ചു തരാം. ഇത് നോക്കിയോളൂ. ഫുൾ HD മെയിൻ ക്യാമറയിൽ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഓപ്ഷനേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നും അവിടെ ഇല്ല. സെൽഫി ക്യാമറ കൊടുത്താലും ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ്. സോ 4K അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇത് ഓക്കെ എന്ന് പറയാൻ വേണമെങ്കിൽ. സോ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലായല്ലോ. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിൽ അത്യാവശ്യം കാര്യം നടത്താൻ വേണ്ടുന്ന ഒരു വീഡിയോ ക്വാളിറ്റി ഉണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ചും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ, സ്റ്റുഡിയോ സെറ്റപ്പ് പോലത്തെ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ നമുക്ക് തരിക. ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട്? നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും ക്യാമറയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ക്യാമറ ഇഷ്ടമായോ? അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. ബാറ്ററി 5000 mAh ബാറ്ററി ഉണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് ചാർജർ നമുക്ക് തന്നിരിക്കുന്നത് 22.5 വാട്ടിൻ്റെ ചാർജറുണ്ട്. കണ്ടോ, 22.5 വാട്ടിൻ്റെ ചാർജറും Type-C കേബിളും അവർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നൈസായിട്ട് നോർമലായ ഒരു രീതിയിൽ ചാർജ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഓവർവ്യൂ ഞാൻ കാണിക്കാൻ മറന്നുപോയി. താഴെ മെയിൻ മൈക്രോഫോൺ, Type-C പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ നമ്മുടെ IR സെൻസറും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ 3.5 mm ജാക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കും. സോ ഇങ്ങനെയാണ് ഒരു ഓവർവ്യൂ. ഇനി ഇതിൻ്റെ ഫിംഗർ ഐഡിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമറ ടു API നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ് വരുന്നത്, ഫുൾ ഒന്നുമില്ല. സോ അത് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആയിട്ട് വരുമോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. OTG സപ്പോർട്ടൊക്കെ ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കറൊന്നും വരുന്നില്ല ഈ ഫോണിൽ. സോ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടക്കേടായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. SAR വാല്യൂ ലിമിറ്റിനകത്ത് തന്നെയാണ് വരുന്നത്. സോ ഓവറോൾ ഒരു കാഷ്വൽ ആയ രീതിയിൽ ഈ ഫോണിനെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാം. അല്ലാണ്ട് ഈ ഒരു പ്രൈസിൽ വ്യത്യസ്തമായ ഭയങ്കര ഒരു അടിപൊളി സാധനം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാനില്ല. മെയിനായിട്ടും എനിക്ക് ഇമ്പ്രസ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു ആമാടപ്പെട്ടിയിൽ ഇത് തന്നുവിട്ടു എന്നുള്ളതാണ്. എനിക്ക് തന്നു എന്നുള്ളതാണ്. അത് വിട്ടിട്ട് ഫോണിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായ സംഭവമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് പോക്കോ ഇഷ്ടമാണെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ തരത്തിലുള്ള ഒരു പെർഫോമൻസും ക്യാമറ റിസൾട്ടും ബാറ്ററി ലൈഫൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ബാറ്ററി ലൈഫൊക്കെ ഒരു 1.5 ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടും. ഞാൻ ചാർജ് ചെയ്തിട്ടേ ഇല്ല, അത് കിട്ടിയതിന് ശേഷം ചാർജ് സുഖമായിട്ട് നിൽക്കുന്നില്ല, 2 ദിവസമൊക്കെ ഉറപ്പായിട്ട് നിൽക്കും. സോ നല്ല ഫോണാണ്. വില കൂടി നോക്കിയിട്ട് 4G ഫോണാണെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കാം. സോ അത്രയുമാണ് പോക്കോ M5 കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.